ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് മെയ് 5-ാം തീയതിയാണ്. ഞങ്ങളുടെ 15ാമത്തെ വിവാഹ വാർഷികമാണ് കേട്ടോ. അതിന് മുന്നോടിയായിട്ടുള്ള ഫോട്ടോഷൂട്ടും പ്രഹസനങ്ങളൊക്കെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ കയറി. നമ്മൾ നിൽക്കണ അതേ സ്ഥലത്തുള്ള റെസ്റ്റോറൻറ്റിൽ തന്നെയാണ് കേട്ടോ കയറിയിട്ടുള്ളത്. അപ്പം ഗുലാബ് ജാമുൻ തന്നിട്ട് ഇതാണ് വിവാഹ വാർഷിക സമ്മാനം എന്ന് പറഞ്ഞിട്ട് എനിക്ക് തന്നതാണ് കേട്ടോ കണ്ടത്. നല്ല ഫുഡായിരുന്നു കേട്ടോ, അടിപൊളി ഫുഡായിരുന്നു. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പഴനി ക്ഷേത്രത്തിനടുത്തു കൂടി, ഉള്ളിൽ കയറിയില്ല കേട്ടോ, അടുത്തു കൂടി ജസ്റ്റ് ഒന്ന് കറങ്ങി. കാരണം നല്ല തിരക്കായിരുന്നു. പിന്നെ നമ്മൾ ഇന്നലെ രാത്രി കയറി തൊഴുതതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ മുകളിലോട്ട് കയറാനൊന്നും നോക്കിയില്ല. കുറച്ച് ശുശ്രുതിന് കുറച്ച് പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പഴനിക്ക് പണ്ട് ഉള്ളതിനെക്കാട്ടും ഒരുപാട് നല്ല ഡെവലപ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. പണ്ട് നമ്മളവിടെ ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് തന്നെ ഓട്ടോക്കാരും കുതിരക്കാരും ഒക്കെ നമ്മൾ വന്നിങ്ങനെ പൊതിയായിരുന്നു അവരുടെ വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം അങ്ങനത്തെ കാര്യങ്ങളൊന്നും കാണാൻ പോലും ഇല്ല. പിന്നെ അതുപോലെ നീറ്റ്നെസ്സിൻ്റെ കാര്യത്തിൽ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. ഒരുപാട് വൃത്തിയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഒരുപാട് നല്ല മാറ്റം വന്നുകൊണ്ട് തന്നെ നമുക്കത് കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മളെ മാങ്ങയും കുക്കുംബറും ഒക്കെ ഇങ്ങനെ ഉപ്പും മുളകും ഒക്കെ ഇട്ടിട്ട് തരില്ലേ. അപ്പം അതെന്താണെന്നറിയില്ല, തമിഴ്നാട്ടിൽ പോയാൽ അത് കഴിക്കാണ്ട് വന്നാൽ ഒരു പൂർണ്ണത ഇല്ലാത്ത മാതിരിയാണ് കേട്ടോ. അപ്പം അതൊക്കെ മേടിച്ച് കഴിച്ചു. ഞാനും കുറച്ച് കുപ്പിവളകളും സാധനങ്ങളൊക്കെ മേടിച്ചു കേട്ടോ. ഒരുപാട് വെറൈറ്റി കളേഴ്സൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ സിംഗിൾ കളേഴ്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ. കുപ്പിവളയ്ക്ക് ചെറിയൊരു പ്രാന്ത് എനിക്കുണ്ട് കേട്ടോ. അപ്പം കുറേ വളകളൊക്കെ മേടിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടുന്ന് റൂമിൽ നിന്ന് ചെക്ക് ഔട്ട് ചെയ്ത് നേരെ അടുത്ത ഡെസ്റ്റിനേഷൻ പിടിച്ചു കേട്ടോ. ഒരുപാട് ഭംഗിയുള്ള സ്ഥലമായിരുന്നു. നമ്മൾ നേരെ മുന്നത്തെ വർഷങ്ങൾ വന്നതിനെക്കാട്ടും ഒരുപാട് ഡെവലപ്മെൻറ്റ് പഴനിക്ക് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. മറ്റ് നമ്മൾ വരുന്ന സമയത്ത് തന്നെ ഓട്ടോക്കാരും കുതിരക്കാരും ഒക്കെ വന്ന് നമ്മളെ പൊതിയായിരുന്നു അവരുടെ വണ്ടിയിൽ കയറാൻ വേണ്ടിയിട്ട്. ഇപ്പം അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. നന്നായിട്ട് ഭംഗിയായിട്ട് അതൊക്കെ അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ അടിപൊളിയാക്കി അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ പോണ വഴിക്ക് ഊണൊക്കെ കഴിച്ചു, കൂടെ ഒരു ഐസ്ക്രീമും കഴിച്ചു. നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിൽ ഇങ്ങനെ നോക്കി പോവുകയാണ് കേട്ടോ. അപ്പം പോകുന്ന വഴിക്ക് നൊങ്കൊക്കെ കണ്ടു കേട്ടോ. അപ്പം നൊങ്കൊക്കെ വാങ്ങിച്ച് കഴിച്ചു. പിന്നെ ഇതാ അടുത്ത സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഈ സ്ഥലത്തിനെ പറ്റിയിട്ടുള്ള കൂടുതൽ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ അടുത്ത വീഡിയോസിലും ഷോർട്സിലും ഒക്കെ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നതായിരിക്കും. അവിടെ എത്ത വഴിക്ക് തന്നെ നമ്മൾ ജസ്റ്റ് ഒരു കാപ്പിയൊക്കെ കുടിച്ചു കേട്ടോ. അത്ര നമ്മൾ വിചാരിക്കുന്ന പോലത്തെ റെസ്റ്റോറൻറ്റും കാര്യമൊന്നും ഇവിടെ അവൈലബിൾ അല്ല. പക്ഷെ കുഴപ്പമില്ല, ഉള്ള സ്ഥലത്ത് നിന്ന് നമ്മൾ വാങ്ങിച്ച് കഴിക്കും.